ഹലോ ഗൈസ്, വെൽക്കം മറു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ കണ്ണൂർ കോക്ടെയിലാണ്. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജ്യൂസാട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: പപ്പായ, പാല്, ഐസ്ക്രീം, മുന്തിരി, കാഷ്യൂനട്ട്, ക്യാരറ്റ്, അനാറ് എന്നിവയാട്ടോ. ആദ്യം ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതിനൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 3 വിസിലോട്ടോ ഞാൻ അടിക്കുന്നത്. അത് നന്നായിട്ട് വെന്തതിന് ശേഷം അതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം പപ്പായ എടുത്ത് അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ജ്യൂസ് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കാൻ സിമ്പിൾ പരിപാടിയാട്ടോ. പിന്നെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായയും പിന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ള ക്യാരറ്റ്, പാല്, കട്ടപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കട്ടപ്പാൽ, കുറച്ച് കാഷ്യൂ, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണ്ടെങ്കിൽ അത്, പിന്നെ ഐസ്ക്രീം എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക കേട്ടോ. കട്ടകളൊന്നും ഉണ്ടാവണ്ട. അപ്പോൾ പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. ഞാൻ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ മിക്സൊക്കെ എല്ലാം കൂടിയിട്ട് ഇതായി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എന്നിട്ട് അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് 2 വട്ടം അടിക്കാനുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ പഞ്ചസാര, ഐസ്ക്രീം, പാല്, ക്യാരറ്റ്, പപ്പായ, കാഷ്യൂ എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ജ്യൂസ് അടിച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ മിക്സിലോട്ട് കുറച്ച് അനാറ്, അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കാഷ്യൂ, പിന്നെ നമ്മുടെ കറുത്ത മുന്തിരി എന്നിവ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അനാറ്, അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ, പിന്നെ കറുത്ത മുന്തിരി, നമ്മൾ പിന്നെ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസും കൂടിയിട്ട് അതിൽ ചേർക്കുന്നുണ്ട്. അതേപോലെ മറ്റേ ഗ്ലാസ്സിലും അങ്ങനെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഐസ്ക്രീമിൻ്റെയും പാലിൻ്റെ ചോയ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പപ്പായ കഴിക്കാത്തവർക്ക് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാട്ടോ. പപ്പായ നമ്മുടെ ശരീരത്തിന് നല്ല സാധനം തന്നെയാണ്. പിന്നെ ക്യാരറ്റും നമ്മൾ ചിലർക്ക് ക്യാരറ്റൊന്നും നേരിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കി കേട്ടോ. ഞാനിത് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇവിടെ എല്ലാവർക്കും ഏട്ടന്മാർക്കും ചിലർക്കും കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. സിമ്പിൾ റെസിപ്പി അല്ലേ. ചെയ്തിട്ട് എനിക്ക് കമൻറ്റിൽ നിങ്ങളെ അഭിപ്രായം പറയൂ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ നിങ്ങളെ വിലയേറിയ കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.